നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാലശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നുവെന്നും പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്നുമുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. മന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന VT ബൽറാം. ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഫിറ്റ് ചെയ്തതിലെ പിഴവാണെന്നും കരാറുകാർ വിവരം അറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നിർദ്ദേശം നൽകിയതായും മന്ത്രി. തൃശൂരിലെ പരാജയം TN പ്രതാപനും ജോസ് വള്ളൂരിനും പിന്തുണ പ്രഖ്യാപിച്ച് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് യോഗം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ കോൺഗ്രസിന്റെ പരാജയം മുൻ MP TN പ്രതാപന്റെയും മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും തലയിൽ കെട്ടിവെച്ച് വേട്ടയാടാൻ ശ്രമിക്കുന്ന ചില ശക്തികളുടെ ശ്രമം അപലപനീയമാണെന്ന് യോഗം. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന 49ാമത് സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സെമി മത്സരങ്ങൾ വെള്ളിയാഴ്ച. ആദ്യ സെമിയിൽ ആതിഥേയരായ തൃശൂർ എറണാകുളത്തെ നേരിടും. രണ്ടാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം പാലക്കാടിനോട് ഏറ്റുമുട്ടും. CPM നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും പദ്ധതികൾ തടഞ്ഞുവെക്കുകയാണെന്നും ആരോപണം. BJP നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആരോപണങ്ങൾ വാസ്തവവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതുമാണെന്ന് ഭരണസമിതി. പ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആരവിനായി ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കുന്നംകുളം ഒന്നിക്കുന്നു. മത്സ്യ മാർക്കറ്റിൽ ധനസമാഹരണം നടത്തി. ചികിത്സാ സഹായ സമിതി നേതൃത്വത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ ധനസമാഹരണം നടത്തിയത്. വാർത്തകൾ വിശദമായി. തൃശൂരിലെ പരാജയം TN പ്രതാപനും ജോസ് വള്ളൂരിനും പിന്തുണ പ്രഖ്യാപിച്ച് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് യോഗം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ കോൺഗ്രസിന്റെ പരാജയം മുൻ MP TN പ്രതാപന്റെയും മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും തലയിൽ കെട്ടിവെച്ച് വേട്ടയാടാൻ ശ്രമിക്കുന്ന ചില ശക്തികളുടെ ശ്രമം അപലപനീയമാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ തലത്തിലും പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ രാപ്പകലില്ലാതെ പ്രയത്നിച്ചവരാണ് ഈ രണ്ട് നേതാക്കളുമെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. TN പ്രതാപന്റെയും ജോസ് വള്ളൂരിന്റെയും ത്യാഗപൂർണമായ മുൻകാല പ്രവർത്തനങ്ങളെ വിസ്മരിക്കാൻ കഴിയില്ലെന്നും ഇനിയും ഇവരുടെ നേതൃത്വം തൃശൂർ ജില്ലയ്ക്ക് അനിവാര്യമാണെന്നും തൃശൂർ ജില്ലയിലെ തീരദേശ പ്രദേശത്തെ കോൺഗ്രസിന്റെ കരുത്ത് TN പ്രതാപന്റെ നേതൃത്വത്തിന്റെ ഭാഗമാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിൽ 8000ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം തീരദേശ പ്രദേശമായ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിന് ലഭിച്ചത് ഇവരുടെ നേതൃത്വത്തിന്റെ ഫലമാണെന്ന് യോഗം വിലയിരുത്തി. മുൻ KPCC മെമ്പർ CA ഗോപപ്രതാപൻ അവതരിപ്പിച്ച പ്രമേയത്തെ യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ ഉദ്ഘാടനം ചെയ്തു. DCC മെമ്പർ ഇർഷാദ് ചേറ്റുവ, കോൺഗ്രസ് നേതാക്കളായ KH ഷാഹുൽ ഹമീദ്, PV ബദറുദ്ദീൻ, ലാസർ മാസ്റ്റർ, MS ശിവദാസ്, നളിനാക്ഷൻ ഇരട്ടപ്പുഴ, RK നൌഷാദ്, ഹംസ കോട്ടത്തറ, KK കാർത്തിയാനി ടീച്ചർ, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് തബ്ഷീർ മഴുവഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. 49ാമത് സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിയാഴ്ച സെമി മത്സരങ്ങൾ നടക്കും. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഉച്ചതിരിഞ്ഞാണ് മത്സരങ്ങൾ നടക്കുക. 3 മണിക്ക് നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ആതിഥേയരായ തൃശൂർ എറണാകുളത്തെയാണ് നേരിടുക. 4:30 നടക്കുന്ന രണ്ടാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം പാലക്കാടിനെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ എറണാകുളം കോട്ടയം മത്സരം സമനിലയിൽ കലാശിച്ചു. ഗോൾ ശരാശരിയിൽ മുന്നിലായിരുന്ന എറണാകുളം സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുകയായിരുന്നു. എറണാകുളത്തിനു വേണ്ടി മുഹമ്മദ് മിഷാലും കോട്ടയത്തിനു വേണ്ടി ചൈത്രജും ഗോളുകൾ നേടി. മലപ്പുറവും കോഴിക്കോടും തമ്മിലുള്ള മത്സരത്തിൽ 2-നെതിരെ 4 ഗോളുകൾ നേടി നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറവും സെമി ഫൈനലിലേക്ക് ബർത്തുറപ്പിച്ചു. മലപ്പുറത്തിനു വേണ്ടി അമൽ മുഹമ്മദ് 2 ഗോളും അമൻ മുഹമ്മദ്, PP ജിജിൻ എന്നിവർ ഓരോ ഗോളും നേടി. കോഴിക്കോടിനായി T ദേവർഷ്, നസൽ അസീം എന്നിവരും ഗോൾ നേടി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു വന്നിരുന്ന മത്സരങ്ങൾ മോശം കാലാവസ്ഥയെ തുടർന്ന് 2 ദിവസം തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിരുന്നു. സെമി ഫൈനൽ, ലൂസേഴ്സ് ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നടക്കുക. CCTV ന്യൂസ് കുന്നംകുളം. ആറളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ സഞ്ചരിച്ച ജീപ്പ് പൊന്നാനി വെളിയങ്കോട് വെച്ച് തലകീഴായി മറിഞ്ഞു. സ്കൂട്ടർ യാത്രക്കാരെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് മറിഞ്ഞെന്നാണ് വിവരം. പോലീസുകാർക്ക് അപകടത്തിൽ പരിക്കേറ്റ് ഇവരെ ചാവക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് പോക്സോ കേസിലെ പ്രതിയെ പിടികൂടാനായി എറണാകുളത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. CPM നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും പദ്ധതികൾ തടഞ്ഞുവെക്കുകയാണെന്നും ആരോപിച്ച് BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പഞ്ചായത്ത് റോഡുകളുടെ ടാറിങ്ങും അറ്റകുറ്റപ്പണികളും ഉടൻ നടത്തുക. തൊഴിലുറപ്പ് പദ്ധതികൾ അട്ടിമറിക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറുക.
പെർമിറ്റ് ഫീസ്, നികുതി ഫീസ് എന്നിവ വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടി പിൻവലിക്കുക, ജൽജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MV ധനീഷ് അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗം E ചന്ദ്രൻ, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ, വൈസ് പ്രസിഡന്റ് VM സുരേന്ദ്രൻ, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് KV ബാബു, യുവമോർച്ച എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് എന്നിവർ സംസാരിച്ചു. രാജേഷ് അയ്യാൽ, സനൂപ് കൊടക്കുഴി, ഷാജി ആദൂർ എന്നിവർ നേതൃത്വം നൽകി. ഒരു വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി മുതൽ അവിടുത്തെ ഏറ്റവും അവശനായി കിടക്കുന്ന ഒരു വയോധികന് വരെ കിട്ടാവുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ലോകാരാധനായ മോദി. ഞാനിത് പറയാൻ കാരണം, ഇത്തരമൊരു പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു കുടുംബത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി ക്ഷേമകാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ന് ലോകത്തില്ല, ഇന്ത്യയിലില്ല, ലോകത്ത് ഇല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ കടങ്ങോട് പഞ്ചായത്തിലേക്ക് വരാം. ഏത് പദ്ധതികളാണ് കൃത്യമായി കടങ്ങോട് പഞ്ചായത്തിൽ നടക്കുന്നത്? നമുക്ക് ഉദാഹരണം, കൃഷി സമ്മാനനിധി 6000 രൂപ കർഷകർക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി 1 സെന്റ് മാത്രം ഭൂമിയുള്ളവർ മുതൽ ഇൻകം ടാക്സ് അടയ്ക്കാത്തവർ വരെ കൊടുക്കുന്ന പദ്ധതി. ഇൻകം ടാക്സ് അടയ്ക്കുന്നവർക്ക് കൊടുക്കില്ല. കടങ്ങോട് പഞ്ചായത്തിന്റെ സ്ഥിതി എന്താ? കടങ്ങോട് പഞ്ചായത്തിന് 1500-ലധികം അപേക്ഷകൾ കെട്ടിക്കിടക്കുക. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കടങ്ങോട് പഞ്ചായത്തിലേക്ക് BJP നടത്തിയ സമരത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതുമാണെന്ന് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, മെമ്പർ CV സുഭാഷ് എന്നിവർ പറഞ്ഞു. BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന സമരം മാർച്ചും ധർണയിലും അവർ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, വാസ്തവ വിരുദ്ധവുമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. പഞ്ചായത്ത് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അത് തങ്ങളാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ആഭാസ സമരങ്ങളാണ് BJP നേതൃത്വം അറിവോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന പഞ്ചായത്താണ് കടങ്ങോട്. മുൻവർഷങ്ങളിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതിന് സർക്കാരിൽ നിന്നും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പുതുക്കിയ പെർമിറ്റ് ഫീസ്, നികുതി എന്നിവ BJP അംഗം ഉൾപ്പെടുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിച്ച് 2 BJP അംഗങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേനയാണ് പാസാക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത്. പിണറായി വിജയന്റെ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ചെറിയ ഏതെങ്കിലും സഹായം കൊണ്ടാണ് ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റ് റോഡുകൾ ഏറ്റവും കൂടുതൽ ജില്ലയിൽ കോൺക്രീറ്റ് റോഡുകൾ പണിതൊരു പഞ്ചായത്താണ്, തുടർന്ന് നടന്നു വരുന്നുണ്ട്. ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. പഞ്ചായത്തിനകത്ത് ഇവരുടെ ഇത്തരം ആവാസ സമരങ്ങൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് എന്നാണ് ഭരണസമിതിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. ഹരിതകർമ്മസേന സർക്കാർ പാസാക്കിയ ഫീസാണ് വാങ്ങുന്നത്. പഞ്ചായത്ത് പണം കൈപ്പറ്റുന്നില്ല. ജൽജീവൻ മിഷൻ അടക്കമുള്ള ഒരു കുടിവെള്ള പദ്ധതിയും കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈകിപ്പിക്കുന്നില്ല. തൃശൂർ ജില്ലയിൽ ജൽജീവൻ മിഷന് വാട്ടർ ടാങ്ക് പണിയാൻ 20 സെന്റ് സ്ഥലം കൈമാറിയ ഏക പഞ്ചായത്താണ് കടങ്ങോട്. എല്ലാ വാർഡുകളിലും പൈപ്പിടൽ പൂർത്തിയാക്കി കഴിഞ്ഞു. വസ്തുതകൾ ഇങ്ങനെയാണെന്നിരിക്കെ നുണപ്രചരണങ്ങൾ നടത്തി BJP ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് PS പുരുഷോത്തമൻ, മെമ്പർ CV സുഭാഷ് എന്നിവർ പറഞ്ഞു. ജലജീവനുമായി ബന്ധപ്പെട്ട വിഷയം, ജലജീവന് തൃശൂർ ജില്ലയിലല്ല കേരളത്തിൽ തന്നെ സ്വന്തമായി സ്ഥലം കൊടുത്ത് ടാങ്ക് പണിയുന്ന ഒരു പഞ്ചായത്താണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കിലോമീറ്ററോളം പൈപ്പ് ലൈൻ നീട്ടൽ പ്രക്രിയ നടന്നിട്ടുള്ളത്. ദേശമംഗലത്ത് സ്ഥലമെടുത്ത് ടാങ്ക് പണിയുന്നതിന് വേണ്ടി കടങ്ങോട് ഗ്രാമപഞ്ചായത്താണ് ഫണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ കേസെടുക്കുന്നതിനെതിരെ BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി, വൈസ് പ്രസിഡന്റുമാരായ സുരേന്ദ്രൻ വള്ളറക്കാട്, ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, നേതാക്കളായ അഭിലാഷ് തയ്യൂർ, വിഷ്ണു അമ്പാടി, അഭിലാഷ് കടങ്ങോട്, MV ധനീഷ്, സുരേഷ് വേലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരവനായി കുന്നംകുളത്തെ മത്സ്യ മാർക്കറ്റിൽ പുലർച്ചെ ധനസമാഹരണം നടത്തി. ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ ധനസമാഹരണം നടത്തിയത്. സംയുക്ത തൊഴിലാളി യൂണിയൻ അംഗങ്ങളും കമ്മീഷൻ ഏജന്റുമാരും വിതരണക്കാരും വ്യാപാരികളും ധനസമാഹരണത്തിൽ പങ്കെടുത്തു. 1 ലക്ഷം രൂപയോളം മത്സ്യ മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചു. അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച ആരവിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച ആരംഭിച്ചു. ഇതിനായുള്ള 25 ലക്ഷം രൂപ സമാഹരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് കുന്നംകുളം ജനത.
മേഖലയിലെ സ്കൂളുകളും കോളേജുകളും ഇതിനോടകം ആരവനായി രംഗത്ത് വന്നു കഴിഞ്ഞു. ബെദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒയസി, ബാലചന്ദ്രൻ വടാശ്ശേരി, പൊതുപ്രവർത്തകരായ PG ജയപ്രകാശ്, K ജയശങ്കർ, മുനിസിപ്പൽ കൌൺസിലർ ലബീബ് ഹസൻ, MK പോൾസൺ, KA അസീസ്, CG രഘുനാഥ്, KA ജ്യോതിഷ്, മഹേഷ് തിരുത്തിക്കാട്, KB ജയൻ, തോമസ് തെക്കേക്കര, ജിനേഷ് തെക്കേക്കര, ജ്യോതിസ് സുരേന്ദ്രൻ, ഗിൽബർട്ട് പാറമേൽ, PI തോമസ്, KV ഉണ്ണികൃഷ്ണൻ, വിനോദ് നമ്പലാട്ട്, നിരഞ്ജൻ, EG ഷാജു, PS സഞ്ജയ്, ദാസൻ കരുമത്തിൽ എന്നിവർ ധനസമാഹരണത്തിന് നേതൃത്വം നൽകി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കുന്നംകുളം നഗരത്തിലെയും പോർക്കുളത്തെയും മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച ധനസമാഹരണം നടത്തുമെന്നും ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. രാഹുൽ ഗാന്ധി ഹിന്ദുത്വ വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി കുന്നംകുളം താലൂക്ക് സമിതി നഗരത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. നഗരകേന്ദ്രത്തിൽ പ്രതിഷേധ മുദ്രാവാക്യം വിളികൾക്ക് ശേഷമാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചത്. ഹിന്ദു ഐക്യവേദി ജില്ലാ സമിതി അംഗം AS പരമരാജ്, താലൂക്ക് പ്രസിഡന്റ് T സുരേഷ്, TD ദിലീപ്, അനൂപ് കാവലക്കാട്, MC ബാബുരാജ്, ശരത് വടാശ്ശേരി, RSS കുന്നംകുളം ഗണ്ട് മണ്ഡലം കാര്യകർത്താക്കൾ, BJP കൗൺസിലർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നുവെന്നും പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്നുമുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. മന്ത്രി MP രാജേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് VT ബൽറാം ആവശ്യപ്പെട്ടു. തൃത്താലയിൽ ഓരോ പഞ്ചായത്തിലും ഓപ്പൺ ജിംനേഷ്യം എന്ന മന്ത്രി MP രാജേഷിന്റെ പ്രഖ്യാപനത്തിൽ ആദ്യഘട്ടം നടപ്പിലാക്കിയ ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തകർന്ന നിലയിലായെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഓപ്പൺ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന 6ഓളം ഉപകരണങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇതിൽ വൻ അഴിമതിയാണ് നടത്തിയതെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യം 2 ആഴ്ചകൾക്ക് മുൻപാണ് നാടിന് സമർപ്പിച്ചത്. എന്നാൽ നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ സ്ഥാപിച്ച് അഴിമതി നടത്തിയതാണെന്നും ഇതിൽ MP രാജേഷിനെ നേരിട്ടുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റും തൃത്താല മുൻ MLAയുമായ VT ബൽറാം ആവശ്യപ്പെട്ടു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ആദ്യ ദിവസം തൊട്ട് തന്നെ ഇതിലെ ഉപകരണങ്ങൾ ഇളകി വീഴുകയും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിരിക്കും. ഇപ്പോൾ 10-20 ദിവസമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ 8-9 ഇവിടെയുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇങ്ങനെ അഴിച്ചു മാറ്റി വെക്കേണ്ടുന്ന അവസ്ഥയിലാണ്. പൂർണ്ണമായും ഗുണനിലവാരം കുറഞ്ഞ ഒരു പണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഗുണനിലവാരത്തിലാണ് താങ്കളുടെ MLA ഫണ്ട് കൊണ്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നത് എങ്കിൽ അത് ഒരു വലിയ ദ്രോഹമായിരിക്കും. താങ്കളുടെ നേരിട്ടുള്ളൊരു ശ്രദ്ധയുണ്ടാവണം. ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഇത് ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരു അപകടവും ഇല്ലാതെ പോകുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ഹുസൈൻ പൊളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗം റംല വീരാൻകുട്ടി, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ CV മണികണ്ഠൻ, പ്രദീപ് ചെറുവശ്ശേരി, സലീം ചാലിശ്ശേരി, നജ്മുദ്ദീൻ അറക്കൽ, റീസ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഫിറ്റ് ചെയ്തതിലെ പിഴവാണെന്നും കരാറുകാരെ വിവരമറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി MP രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽകെയർ എന്ന കമ്പനിക്കാണ് ജിംനേഷ്യത്തിന്റെ കരാർ നൽകിയത്. നിലവിൽ പട്ടിത്തറ, നാഗലശ്ശേരി, പരുതൂർ പഞ്ചായത്തുകളിൽ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ദേശീയപാത 66 എടക്കഴിയൂരിൽ കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞു. ആളപായമില്ല. ഇന്ന് പുലർച്ചെ എടക്കഴിയൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപത്തായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് തിരൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം നിലച്ചു. ദേശീയപാത വികസന പ്രവർത്തികൾ നടക്കുന്ന റോഡിൽ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ നിർമ്മിക്കുന്ന അലങ്കാര ഗോപുരത്തിന് മുകളിൽ സ്ഥാപിക്കാനുള്ള ദാരുശില്പത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. അലങ്കാര ഗോപുരത്തിന്റെ മുഖപ്പുകളിൽ ഗരുഡന്റെയും ഗജലക്ഷ്മിയുടെയും ദാരുശില്പങ്ങളാണ് സ്ഥാപിക്കുക. പൂർണ്ണമായും ആഞ്ഞിലി മരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 3.5 അടി നീളത്തിലും 2.25 അടി വീതിയിലുമുള്ള ശില്പങ്ങൾ പ്രശസ്ത ദാരുശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. അലങ്കാര ഗോപുരം ഞായറാഴ്ച ഗുരുവായൂരപ്പന് സമർപ്പിക്കും. പ്രവാസി വ്യവസായി അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് 3.5 കോടിയോളം രൂപ ചിലവിട്ട് അലങ്കാര ഗോപുരം വഴിപാടായി സമർപ്പിക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 18ാം വാർഡിലുള്ള കരിയന്നൂർ 1ാം നമ്പർ അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അങ്കണവാടിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച്
പ്രദേശവാസിയും ഡിവൈഎഫ്ഐ നേതാവുമായ MV വിനോദ് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ആവശ്യമുള്ള അളവിൽ സാമഗ്രികൾ ചേർക്കാതെയും വെള്ളം നനയ്ക്കാതെയുമാണ് കെട്ടിടം പണിയുന്നതെന്ന് സൂചിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും വിജിലൻസിനും ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എരുമപ്പെട്ടി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇത് പരിഹരിച്ചതിനുശേഷം മാത്രം ആവശ്യമായ തുക നൽകിയാൽ മതിയെന്ന് പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനമുണ്ടായി. ഇതിനെ തുടർന്നാണ് നിർമ്മാണം നിലച്ചത്. എന്നാൽ ഇത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റും CPM, DYFI നേതാക്കളും തമ്മിലുള്ള തർക്കമാണ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമെന്നും കോൺഗ്രസ് ആരോപിച്ചു. വാർഡ് മെമ്പർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നിർമ്മാണം പുനരാരംഭിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ പറഞ്ഞു. DYFIയുടെ മേഖലാ പ്രസിഡന്റ് നേതാവ് ഒരു പരാതി പഞ്ചായത്തിന് കൊടുക്കുകയും പഞ്ചായത്ത് അത് സ്വീകരിച്ചിട്ട് അവർ തമ്മിലുള്ള ഒരു ശീതസമരത്തിലാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകാത്തത്. ഇനി എന്തെങ്കിലും ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ ഇതിന് ഫണ്ട് അനുവദിക്കൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 40 വർഷത്തിലധികം പഴക്കമുള്ള പഴയ അങ്കണവാടി കെട്ടിടം ജീർണാവസ്ഥയിൽ ആയതിനെ തുടർന്നാണ് പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിച്ചത്. 6 ലക്ഷം രൂപയാണ് ഇതിന് പഞ്ചായത്ത് അനുവദിച്ചത്. എന്നാൽ ഈ തുകയ്ക്ക് സൺഷെയ്ഡ് ഉയരം വരെ മാത്രമേ നിർമ്മാണം നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി നിർമ്മാണത്തിന് ആവശ്യമായ തുക ഇതുവരെയും പഞ്ചായത്ത് അനുവദിച്ചിട്ടില്ല. നിലവിലെ അംഗൻവാടി സ്ഥലസൗകര്യമില്ലാത്ത മുറിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് കുട്ടികൾക്കും ജീവനക്കാർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. 2 വർഷം മുമ്പാണ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയത്. 6 മാസത്തിനകം പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ഉറപ്പു നൽകിയിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നിട്ടിറങ്ങുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ഇതിൽ സ്ഥിരമായിട്ട് ഒരു അംഗൻവാടി ടീച്ചറെയും ഒരു ഹെൽപ്പറെയും തീരുമാനിക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് ഇതിൻ്റെ ശോചാവസ്ഥ മാറ്റി ഇത് ബിൽഡിംഗ് എത്ര പെട്ടെന്ന് ശരിയാക്കി കുട്ടികൾക്ക് അംഗൻവാടിയിൽ കയറി ഇരുന്ന് സുഖമായിട്ട് പഠിക്കാനും കളിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടന്നു. PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ ആദ്യം ക്ലാസ് ക്രമത്തിലെ ഫലവും പിന്നീട് ആകെ ഫലപ്രഖ്യാപനവും നടത്തി. 172 വോട്ടുകൾ നേടിയ മുഹമ്മദ് K ഒന്നാം ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആഷ്ലിൻ സന്തോഷ്, ഉമൈബാൻ MS എന്നിവരെ യഥാക്രമം 2, 3 ലീഡർമാരായും തെരഞ്ഞെടുത്തു. ഇലക്ട്രോണിക് സംവിധാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനവും ഒരുക്കിയിരുന്നു. അധ്യാപകരായ ആന്റണി, ഷാർജി എന്നിവർ ഫലപ്രഖ്യാപനത്തിന് നേതൃത്വം നൽകി. ആവേശത്തോടുകൂടിയാണ് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തത്. പാറന്നൂർ ജനകീയ വായനശാല കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണത്തിനുള്ള പൂക്കൾക്കായി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. വായനശാല പരിസരത്ത് നടത്തുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ നടിയിൽ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ജൂലറ്റ് വിനു അധ്യക്ഷയായി. ചൂണ്ടൽ കൃഷി ഓഫീസർ P റിജിത്ത് മുഖ്യാതിഥിയായി. വായനശാല ഭാരവാഹികളായ AP ജെയിംസ്, രതീഷ് പാറന്നൂർ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടുകൂടിയാണ് വായനശാല കൂട്ടായ്മ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത്. വ്യത്യസ്ത നിറങ്ങളിലുള്ള 2000 ചെണ്ടുമല്ലി തൈകളാണ് പൂക്കൃഷിയുടെ ഭാഗമായി നട്ടിരിക്കുന്നത്. കാർഷിക വികസന ക്ഷേമ വകുപ്പും പുന്നൂർ പഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന ഞാറ്റുവേല ചന്ത, കർഷക സഭ, കാർഷിക സെമിനാർ എന്നിവയ്ക്ക് തുടക്കമായി. ഞാറ്റുവേല ചന്ത 2024 എന്ന പേരിൽ പുന്നൂർ കൃഷിഭവൻ ഓഫീസ് പരിസരത്താണ് ഉദ്ഘാടനം നടത്തിയത്. 3 ദിവസങ്ങളായി പുന്നൂർ പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്താണ് വിപണന പ്രദർശനശാല നടക്കുക. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ K ഗംഗാദത്തൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KA വിശ്വനാഥൻ മാസ്റ്റർ, മെമ്പർമാരായ MV ഹൈദരലി, MK അറഫാത്ത്, ഷൈബ ദിനേശൻ, സെലീന നാസർ, CDS ചെയർപേഴ്സൺ അനിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നു നടത്തിയ കാർഷിക സെമിനാറിൽ പോൾസൺ വിഷയാവതരണം നടത്തി ക്ലാസ് നയിച്ചു. കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാലയും ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ, കീട, കുമിൾനാശിനികൾ, വിത്തുകൾ, വളക്കൂട്ടുകൾ, ജൈവ കൃഷി ഉൽപ്പന്നങ്ങൾ, കീടരോഗ നിയന്ത്രണ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ ചലിക്കുന്ന പ്രദർശനശാലയിൽ ഉണ്ടായിരുന്നു. കർഷകരുടെ ഉൽപ്പന്നങ്ങളായ പഴം, പച്ചക്കറി, പലഹാരങ്ങൾ, പൂച്ചെടികൾ, പച്ചക്കറി തൈകൾ, മറ്റ് വിത്ത് നടീലിനങ്ങൾ എന്നിവ വിൽപ്പനയ്ക്ക് വയ്ക്കുവാനും നവീന കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാനുമുള്ള രജിസ്ട്രേഷനും ഞാറ്റുവേല ചന്തയിൽ കർഷകർക്ക് അവസരമൊരുക്കിയിരുന്നു. പുന്നൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നവര അരി ഉപയോഗിച്ചുണ്ടാക്കിയ പായസ വിതരണവും നടന്നു. പരിപാടികൾക്ക് കൃഷിഭവൻ ജീവനക്കാർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നൂർകുളം.
ചമ്മന്നൂർ GMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ കമല സുരയ്യയുടെ സ്മാരകം സന്ദർശിച്ചു. വിശ്വ എഴുത്തുകാരി കമല സുരയ്യയുടെ നാമധേയത്തിൽ നിർമ്മിച്ച കമല സുരയ്യ സാഹിത്യ അക്കാദമി സമുച്ചയത്തിലെത്തി അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കുട്ടികൾ നമ്രശിരസ്കരായി. നാലപ്പാട്ട് തറവാട്ടിലെ സർപ്പക്കാവും നീർമാതളവും ഇലഞ്ഞിയും മുതലക്കുളവും കുട്ടികളിൽ വിസ്മയം തീർത്തു. മാധവിക്കുട്ടിയുടെ ഛായാചിത്രങ്ങൾ, അവർ ഉപയോഗിച്ച വസ്തുക്കൾ, കേട്ടറിഞ്ഞവ കണ്ടു മനസ്സിലാക്കി. പുതുമയെ തേടി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പഠനയാത്ര ഒരുക്കിയത്. വിദ്യാർത്ഥികളുടെ പഠനയാത്രയ്ക്ക് സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു, PTA പ്രസിഡന്റ് മുസ്തഫ, OSA സെക്രട്ടറി അലി തറയിൽ, അധ്യാപകർ, PTA പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ഓണം വിപണിയെ ലക്ഷ്യമിട്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്തു. നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിനി പ്രേമന്റെ അധ്യക്ഷതയിൽ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചെണ്ടുമല്ലി തൈ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, പ്രിയ സജീഷ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, CDS ഭരണസമിതി അംഗങ്ങൾ, മെമ്പർ സെക്രട്ടറി, അക്കൗണ്ടന്റ്, CO, അഗ്രി, CRP അയൽക്കൂട്ടാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പോർക്കുളം പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ചന്തയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, പഞ്ചായത്ത് മെമ്പർമാരായ ജ്യോതിസ് PJ, അഖില മുകേഷ്, PC കുഞ്ഞൻ, രേഖ ജയരാമൻ, ജ്യോതിഷ് KA, നിമിഷ വികേഷ്, ബിജു കോലാടി, സുധന്യ സുനിൽകുമാർ, വിജിത പ്രജി, രജനി പ്രേമൻ, നിഖിൽ KC, പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചൂണ്ടൽ കൃഷി ഓഫീസർ P റിജിത്ത് നെല്ലിലെ പരിചരണവും കീടരോഗ നിയന്ത്രണവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. കർഷകർക്കായി നടീൽ വസ്തുക്കളുടെ വിൽപ്പനയും കാർഷിക യന്ത്രങ്ങളുടെ സബ്സിഡി രജിസ്ട്രേഷനും സൗജന്യ വിത്ത് വിതരണവും നടത്തി. കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദകുമാർ സ്വാഗതവും പോർക്കുളം കൃഷി അസിസ്റ്റന്റ് MC സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. മരത്തങ്കോട് വെള്ളിത്തിരുത്തിൽ ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ടെക് ബാലറ്റ് 2024 എന്ന പേരിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടത്തി. സ്കൂൾ പ്യൂപ്പിൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ പ്യൂപ്പിൾ ലീഡർ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ബദനി സ്കൂളുകളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC പോളിംഗ് ബൂത്ത് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം, നടപടിക്രമങ്ങൾ, വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കാൻ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സഹായകരമാകുമെന്ന് ഫാദർ ബെഞ്ചമിൻ അഭിപ്രായപ്പെട്ടു. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി C എന്നിവർ സംസാരിച്ചു. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചത്. തിരിച്ചറിയൽ രേഖയുമായാണ് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്യാനെത്തിയത്. വിരലിൽ മഷി പുരട്ടി കമ്പ്യൂട്ടർ മോണിറ്ററിലൂടെ വോട്ട് രേഖപ്പെടുത്തിയത് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. സോഷ്യൽ സയൻസ്, IT വിഭാഗങ്ങളുടെ സംയുക്ത നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂൾ പ്യൂപ്പിൾ ലീഡറായി പ്രണവ് പ്രദീപും അസിസ്റ്റന്റ് സ്കൂൾ പ്യൂപ്പിൾ ലീഡറായി പഞ്ചമി വിനോദും തെരഞ്ഞെടുക്കപ്പെട്ടു. CCTV ന്യൂസ്, വേലൂർ. വെസ്റ്റ് മങ്ങാട് വെട്ടിക്കടവ് പാലം റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന അധികൃതരുടെ വാഗ്ദാനം നടപ്പിലായില്ല. റോഡിന്റെ ഒരു വശത്ത് 10 അടിയോളം താഴ്ചയിൽ പാടത്ത് വെള്ളം കെട്ടിനിൽക്കുകയാണ്. മറുഭാഗത്ത് തോടുമാണ്. വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ അപകടമുണ്ടാകുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. മങ്ങാട് മുതൽ കിഴൂർ വരെയുള്ള റോഡ് 2 വർഷം മുൻപ് ആധുനിക രീതിയിൽ നവീകരിച്ചിരുന്നു. മഴക്കാലത്ത് വെള്ളക്കെട്ട് പതിവായ വെട്ടിക്കടവ് പാലം റോഡിൽ കോറിപ്പൊടിയും മെറ്റലും ഇട്ട് ഉയർത്തിയാണ് റോഡ് നവീകരിച്ചത്. റോഡിന് ഇരുവശത്തും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും 2 വർഷമായിട്ടും പണി ആരംഭിച്ചിട്ടില്ല. റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാവക്കാട് ആശുപത്രി കടവ് റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് ശോചനീയാവസ്ഥയിൽ പ്രദേശവാസികളും ആശുപത്രിയിലെത്തുന്ന രോഗികളും വലയുന്നു. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് പൊളിച്ചിട്ട് മാസങ്ങളായി. മഴയ്ക്ക് മുൻപ് തന്നെ പ്രവൃത്തി ആരംഭിച്ചിരുന്നു. എന്നാൽ പണി പൂർത്തീകരിച്ചുവെങ്കിലും റോഡ് ടാറിംഗ് നടത്തിയില്ല. തീരമേഖലയിൽ നിന്ന് നിരവധി പേരാണ് ഈ റോഡ് വഴി താലൂക്ക് ആശുപത്രിയിൽ എത്താറുള്ളത്. പാലം മുതൽ ആശുപത്രി വരെയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ രൂക്ഷമായത്. എടക്കഴിയൂർ, തിരുവത്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് എളുപ്പം എത്തിപ്പെടാനുള്ള വഴി കൂടിയാണിത്. എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ ലിയാക്കത്ത് ചാവക്കാട് ആവശ്യപ്പെട്ടു. ഇവിടെ ആകെ കുണ്ടും കുഴിയാണ്. നോക്കൂ, ഇവിടുത്തെ അവസ്ഥ കണ്ട. ഇവിടെ ടാറ് അവരോട് ചെയ്യാൻ പറഞ്ഞു. റോഡിന്റെ അവസ്ഥ അത്ര കല്ലുകളും ഇട്ടു. ഇവിടുത്തെ ഇത് കണ്ടില്ലേ, വേണ്ട കുഴിയാണ്. ഇവിടെ കുഴിയിലാണ് ഇപ്പോൾ എല്ലാ ആൾക്കാരും. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഇവിടെ നിൽക്കാനും പോലും പറ്റുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് നിരവധി ഉണ്ടാകുന്നത്. ഓട്ടോറിക്ഷക്കാരൊന്നും വിളിച്ചാൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു മറുപടി ചെയ്യണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി LLM പരീക്ഷയിൽ 2ാം റാങ്കറുടെ മികച്ച വിജയം സ്വന്തമാക്കിയ
കാവ്യ ഉണ്ണികൃഷ്ണനെ കെ കരുണാകരൻ ഫൗണ്ടേഷൻ അനുമോദിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ പണിക്ക വീട്ടിൽ, കൺവീനർ TM മഷ്ഹൂക്ക്, GCC അംഗങ്ങളായ ബിനേഷ് വലിയകത്ത്, KH നൌഷാദ്, PM സക്കരിയ, അലി തണ്ണിത്തുറക്കൽ, ഷാഹുൽ പള്ളത്ത്, അൻവർ അസൈനാരകത്ത്, യൂസഫ് തണ്ണിത്തുറക്കൽ എന്നിവർ സംബന്ധിച്ചു. വീട്ടുവളപ്പിൽ നിന്ന് 9 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ബ്ലാങ്ങാട് വൈലി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന തളിച്ചത്ത് വീട്ടിൽ ബാബുവിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് 9 അടി നീളമുള്ള മലമ്പാമ്പിനെ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 10:30 പുറത്തിറങ്ങിയ വീട്ടുകാരാണ് ആദ്യം പാമ്പിനെ കണ്ടത്. പിന്നീട് ഓഫ് റോഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാമ്പ് പിടുത്തക്കാരൻ മണത്തല കലാമെത്തി പാമ്പിനെ പിടികൂടി. പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ റോഡിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടെങ്കിലും ആൽത്തറ മുതൽ AEO വരെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. മഴയത്ത് പെയ്യുന്ന വെള്ളം ഒഴുകിപ്പോകാനിടമില്ലാതെ റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇതോടെ കാൽനട യാത്രക്കാർ റോഡിൽ കയറി നടക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ റോഡരികിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയാണ്. ആൽത്തറ പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ഒരു ചെറിയ മഴ പെയ്താൽ പോലും കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ദുരിതമാണ് ഉണ്ടാകുന്നത്. ഇവിടെ കാലങ്ങളായി യാത്രക്കാർ ദുരിതം പേറുകയാണ്. ഉണ്ടായിരുന്ന കാനകൾ കൈകടത്തലുകളുടെ ഭാഗമായും വർഷാവർഷങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന മണ്ണുകളും ചളികളും നീക്കം ചെയ്യാത്തതും പുതിയ കാനകൾ നിർമ്മിക്കാത്തതിനാലുമാണ് പലയിടത്തും വെള്ളം മുഴുവൻ റോഡിലൂടെ കുത്തിയൊഴുകാൻ കാരണം. ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡ് വളവിൽ കാന നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും സ്ലാബ് പൊട്ടി വീണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടു കിടക്കുന്ന അവസ്ഥയാണുള്ളത്. അധികൃതർ ഇടപെട്ട് ഇത്തരത്തിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടു കിടക്കുന്ന കാനകൾ നവീകരണം നടത്തി നീരൊഴുക്ക് സുഗമമാക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. CCTV ന്യൂസ് പൊന്നിയൂർകുളം. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 2020 ലൈഫ് ഗുണഭോക്താക്കൾക്കായുള്ള ഗുണഭോക്തൃ സംഗമം നടത്തി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK അസീസ്, TO ജോയ്, അഡ്വക്കേറ്റ് PV നിവാസ്, ശരത് രാമനുണ്ണി, രമ ബാബു, ഷീബ ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ബൈജു വിൻസെന്റ്, വിവേക് ജസ്റ്റിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാണിപ്പയ്യൂർ മാന്തോപ്പ് ശ്രീ ഇടവന ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശ ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആരംഭിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ഞായറാഴ്ച നടക്കുന്ന ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പഴഞ്ഞി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടമംഗല ദേവപ്രശ്നം ജൂലൈ 12 മുതൽ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ശിവപ്രസാദ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികരാകും. മുക്കം മുല്ലപ്പള്ളി നാരായണ നമ്പൂതിരി പ്രധാന ദേവജ്ഞനാകും. പാടൂർ പ്രമോദ് പണിക്കർ, വാഴപ്പള്ളി ഉദയൻ പണിക്കർ, ചിറ്റഞ്ഞൂർ രമേശ് പണിക്കർ, കോട്ടോൽ കളരിക്കൽ ദിനേശൻ പണിക്കർ, ദിലീപ് പണിക്കർ എന്നിവർ സഹജ്യോത്സ്യന്മാരാകും. വടക്കേക്കാട് പഞ്ചായത്തും തണൽ വടക്കേക്കാടും സംയുക്തമായി സൗജന്യ ഏർലി ഇന്റർവെൻഷൻ സ്ക്രീനിംഗ് ക്യാമ്പ് ശനിയാഴ്ച സംഘടിപ്പിക്കും. ഒരു കുട്ടിയുടെ വളർച്ചയുടെ ആരംഭകാലത്ത് കണ്ടെത്തുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുവാനും നേരത്തെ ചികിത്സ തുടങ്ങാനുമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പ് ശനിയാഴ്ച കാലത്ത് 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വടക്കേക്കാട് തണൽ സെന്ററിലാണ് നടക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്യും. 1 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ക്യാമ്പിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2081 6336, മറ്റൊരു നമ്പർ 70 34 07 53 58. നമ്പറുകൾ ആവർത്തിക്കാം: 0487 20 81 636, മൊബൈൽ നമ്പർ 70 34 07 53 58. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6675 രൂപ, സ്വർണം പവന് 53,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം കിഴൂർ വൈശ്ശേരി താണിശ്ശേരി വീട്ടിൽ നളിനി കൃഷ്ണൻ നിര്യാതയായി. 61 വയസ്സായിരുന്നു. സംസ്കാരം
കുന്നംകുളം ക്രിമിറ്റോറിയത്തിൽ നടന്നു. സുമേഷ്, സുജന, സുനിൽ എന്നിവർ മക്കളാണ്. തൊഴിയൂർ മേനോത്ത് അച്യുതൻ ഭാര്യ ഗിരിജ നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അജി, നീതു, നിമ്യ എന്നിവർ മക്കളാണ്. തിരുവെങ്കടം പരേതനായ പുത്തൂർ ജോസഫിന്റെ ഭാര്യ റീത്ത നിര്യാതയായി. 69 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ജസ്റ്റിൻ, ബ്രദർ അഗസ്റ്റിൻ മരിയ, FFSC, ജിന്നി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചാലശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നുവെന്നും പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്നുമുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. മന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന VT ബൽറാം. ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഫിറ്റ് ചെയ്തതിലെ പിഴവാണെന്നും കരാറുകാർ വിവരം അറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നിർദ്ദേശം നൽകിയതായും മന്ത്രി. തൃശൂരിലെ പരാജയം TN പ്രതാപനും ജോസ് വള്ളൂരിനും പിന്തുണ പ്രഖ്യാപിച്ച് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് യോഗം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ കോൺഗ്രസിന്റെ പരാജയം മുൻ MP TN പ്രതാപന്റെയും മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും തലയിൽ കെട്ടിവെച്ച് വേട്ടയാടാൻ ശ്രമിക്കുന്ന ചില ശക്തികളുടെ ശ്രമം അപലപനീയമാണെന്ന യോഗം. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന 49ാമത് സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സെമി മത്സരങ്ങൾ വെള്ളിയാഴ്ച. ആദ്യ സെമിയിൽ ആതിഥേയരായ തൃശൂർ എറണാകുളത്തെ നേരിടും. രണ്ടാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം പാലക്കാടിനോട് ഏറ്റുമുട്ടും. CPM നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും പദ്ധതികൾ തടഞ്ഞുവെക്കുകയാണെന്നും ആരോപണം. BJP നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആരോപണങ്ങൾ വാസ്തവവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതുമാണെന്ന് ഭരണസമിതി. പ്ലാസ്റ്റിക് അനിമിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആരവിനായി ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കുന്നംകുളം ഒന്നിക്കുന്നു. മത്സ്യമാർക്കറ്റിൽ ധനസമാഹരണം നടത്തി. ചികിത്സാ സഹായ സമിതി നേതൃത്വത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് കുന്നംകുളം തുറക്കുളം മത്സ്യമാർക്കറ്റിൽ ധനസമാഹരണം നടത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്കായി സന്ദർശിക്കുക www.cctv online.in.